ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടി ഇങ്ങനെ ഒന്നിച്ച് ദൈവസന്നിധിയിൽ ദൈവവചന പഠനത്തിനായിട്ട് കർത്താവ് തന്നിരിക്കുന്ന ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം. ഇങ്ങനെ കൂടി വരുവാൻ കർത്താവ് നമുക്കൊരവസരം കൂടി തന്നിരിക്കുന്നുവല്ലോ. നാം പ്രാർത്ഥനയിൽ ഓർത്തതുപോലെ നമുക്കെല്ലാവർക്കും ഒരുപോലെ അത് പ്രയോജനമായിരിക്കാൻ തക്കവണ്ണം നമുക്ക് ദൈവസന്നിധിയിൽ കേൾക്കുവാനുള്ള ആഗ്രഹത്തോടു കൂടെ അരുളിച്ചെയ്യണമേ എന്നുള്ള ആ പ്രാർത്ഥനയോട് കൂടെ ആ വിധേയത്വമുള്ള മനസ്സോടെ ഇരുപ്പാൻ വേണ്ട കൃപ കർത്താവ് തരുമാറാകട്ടെ. ഈ ദിവസങ്ങളിൽ നാം എബ്രായ ലേഖനത്തിലെ ഭയനിർദ്ദേശങ്ങൾ, ലേഖനകാരൻ അനുവാചകർക്ക് നൽകുന്ന ഭയനിർദ്ദേശങ്ങൾ നാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ക്ലാസ്സിൽ 2-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങളിൽ നിന്നും അവഗണനയ്ക്കുള്ള ഭയനിർദ്ദേശം നാം ശ്രദ്ധിക്കുകയുണ്ടായി. അവിടെ നാം കണ്ടത് ദൈവവചനം നാം അവഗണിക്കരുത് എന്നുള്ളതാണ്. നാം കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് 3-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം മുതൽ 4-ാം അധ്യായം 13 വരെയുള്ള ഭാഗത്തു നിന്നാണ്. അവിടെ നമുക്ക് കാണാനായിട്ട് സാധിച്ചത് അനുസരണക്കേടിന് അല്ലെങ്കിൽ അവിശ്വാസത്തിനുള്ള ഭയനിർദ്ദേശമാണ്. ഇന്ന് നാം എബ്രായ ലേഖനത്തിലെ 3-ാമത്തെ ഭയനിർദ്ദേശത്തിലേക്ക് അല്ലെങ്കിൽ മുന്നറിയിപ്പിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുക. 6-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. എബ്രായ ലേഖനം 6-ാം അധ്യായം. ഈ മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഈ 3-ാമത്തെ ഭയനിർദ്ദേശം ഏതാണ്ട് 5-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം മുതൽ 6-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം വരെയും ഉള്ള ഭാഗമാണ്. എന്നാൽ അതിൻ്റെ മധ്യഭാഗത്തുള്ള ചില വാക്യങ്ങൾ നാം വായിച്ച് ആരംഭിക്കാം. 6-ാം അധ്യായം 4-ാം വാക്യം മുതൽ 9-ാം വാക്യം വരെ നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം 6-ാം അധ്യായം 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവരും പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിന് ഒത്തതും അടുത്തതും ആകുന്നു. ചുട്ടുകളകയത്രേ അതിൻ്റെ അവസാനം. എന്നാൽ പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുവെങ്കിലും നിങ്ങളെക്കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്ക് ഉതകുന്നതും വിശ്വസിക്കുന്നു. നാം വായിച്ച വേദഭാഗത്തെ ദൈവം നമുക്ക് അനുഗ്രഹമാക്കി തരുമാറാകട്ടെ. തിരുവചനത്തിലെ മനസ്സിലാക്കുവാൻ വളരെ പ്രയാസമുള്ള ഭാഗങ്ങളിലൊന്നാണ് നാം ഇന്ന് പഠിക്കുവാനായിട്ട് പോകുന്നത്. എന്നാൽ അതിൻ്റെ പ്രയാസമുള്ള സംഗതികളിലേക്ക് ദീർഘമായി പോകുവാൻ നമുക്ക് ആവശ്യമില്ല. നമുക്ക് പ്രായോഗികമായിട്ട് സഹായിക്കത്തക്കവണ്ണം, നിർദ്ദേശങ്ങൾ ലഭിക്കത്തക്കവണ്ണം ഈ ഭാഗത്തു നിന്നും നാം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ചുരുക്കമായിട്ട് ഒന്നിച്ച് പങ്കിടുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. നാം ചിന്തിക്കുന്ന കാര്യങ്ങൾ നമുക്കൊക്കെയും പ്രയോജനമായിരിക്കാനായിട്ട് കർത്താവ് സഹായിക്കുമാറാകട്ടെ. ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ഈ ഭാഗം 5-ാം അധ്യായം 11 മുതൽ ആരംഭിക്കുക. നാം ഇതിനു മുൻപ് ഒരു കാര്യം കഴിഞ്ഞ ക്ലാസ്സിലാണെന്ന് തോന്നുന്നു ഓർത്തിട്ടുള്ളത്, ഈ ഭയനിർദ്ദേശങ്ങളൊക്കെ നൽകുന്നതിന് പിന്നിൽ കാരണം ഉണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടായിട്ടാണ് ഭയനിർദ്ദേശം നൽകുന്നത്. നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും ഒരു നിർദ്ദേശമോ ഭയനിർദ്ദേശമോ അറിയിപ്പോ ഒക്കെ തരുമ്പോൾ അതിൻ്റെ പിന്നിലൊരു കാരണമുണ്ടാകും. ആ ഒരു കാരണവുമില്ലാതെ ഭയനിർദ്ദേശം ആരും കൊടുക്കുകയില്ലല്ലോ. 1-ാമത്തെ ഭയനിർദ്ദേശത്തിന് 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള ആ ഭാഗത്തെ ഭയനിർദ്ദേശത്തിന് 1-ാം അധ്യായത്തിൽ
കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞതാണ് അതിന് കാരണമായിരിക്കുന്നത്. ദൈവം പുത്രനിലൂടെ സംസാരിച്ചിരിക്കുന്നു, അതുകൊണ്ട് അവഗണിക്കരുത്. നാം രണ്ടാമത്തെ ഭയനിർദ്ദേശം കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചത് 3-ാം അധ്യായം 7-ാം വാക്യം മുതലുള്ള ഭാഗമാണല്ലോ. ആ ഭാഗം പറയുവാനായിട്ട്, അല്ലെങ്കിൽ ആ ഭയനിർദ്ദേശം പറയുവാനായിട്ട് കാരണമായി തീർന്നത് അവിടെ 6-ാം വാക്യത്തിൽ പറഞ്ഞ ഒരു വാക്യമാണ്. 3-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ അവിടെ തന്നെ പറയുന്നത്, പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ. നാം മുറുകെ പിടിക്കണം. ആ മുറുകെ പിടിച്ചുകൊണ്ടാൽ എന്നുള്ള പ്രയോഗം 14-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്. അവിടെ നാം കാണുന്നത് ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ. അപ്പോൾ 3-ാം അധ്യായം 6-ാം വാക്യത്തിൽ മുറുകെ പിടിക്കണം, അല്ലെങ്കിൽ തുടരണം, ആരംഭിച്ചതിൽ തുടരണം. ആ കാര്യം പറഞ്ഞപ്പോഴാണ് ആ തുടരാതെ പിൻപൊട്ടു പോയി വിശ്വാസത്യാഗികളെന്ന് തെളിയിച്ച ചിലരെക്കുറിച്ചും തെളിയിക്കാൻ സാധ്യതയുള്ള ചിലരെക്കുറിച്ചുമുള്ള ഭയനിർദ്ദേശമൊക്കെ അവിടെ പറയുന്നതായി നാം കാണുന്നത്. വിശ്വാസത്തിൽ തുടരണം, അനുസരണത്തിൽ തുടരണം. അനുസരണത്തിൽ തുടർന്നില്ലെങ്കിൽ നാം നമ്മുടെ ജീവിതം കൊണ്ട് തെളിയിക്കുന്നത് നാം വാസ്തവമല്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ വിശ്വാസത്യാഗികളാണെന്നുള്ളതാണ്. വിശ്വാസത്യാഗികൾ ആരാണ്, അതെന്താണെന്നുള്ള കാര്യം കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം ഓർക്കുകയുണ്ടായി. വിശ്വാസത്യാഗികൾ എന്ന് പറയുന്നത് വിശ്വാസികൾക്കുള്ള ഒരു അനുഭവമല്ല. അത് വിശ്വാസത്യാഗികൾ, ഇംഗ്ലീഷിൽ തന്നെ അപ്പോസ്റ്റേറ്റ്സ് എന്ന് പറയും, അല്ലെങ്കിൽ അപ്പോസ്റ്റസി എന്ന് പറയും. അത് വിശ്വാസികളെ കുറിക്കുന്നതല്ല. വിശ്വാസികളെ പോലെ തോന്നും. വിശ്വാസികളുടെ ഒപ്പം അവർ വരുമായിരിക്കാം. വേദപുസ്തകത്തിൽ നിന്നൊക്കെയുള്ള പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ അവർക്ക് വളരെ സന്തോഷമായിരിക്കാം. വചനമൊക്കെ സന്തോഷത്തോടെ അവർ കൈക്കൊള്ളും. ആ പുറമെയൊക്കെ കണ്ടാൽ വിശ്വാസികളെ പോലെയൊക്കെ തന്നെ തോന്നും. എന്നാൽ എന്തെങ്കിലും കാര്യം വരുമ്പോൾ അവർ പിന്മാറി ഇത്രയും നാൾ കാട്ടിയതൊക്കെ വൃഥാവിലായിരുന്നു, പുറമെയുള്ള കാട്ടിൽ മാത്രമായിരുന്നു എന്നുള്ളത് അവർ തെളിയിക്കും. അതാണ് വിശ്വാസത്യാഗികൾ എന്ന് പറയുന്നത്. വിശ്വാസത്യാഗം എന്ന് പറയുന്നത് പിന്മാറ്റക്കാരെ കുറിക്കുന്നതല്ല. പിന്മാറ്റക്കാരും നാം സാധാരണ പറയുന്നത് ബാക്ക് സ്ലൈഡേഴ്സ്, അത് വിശ്വാസികളെ കുറിക്കുന്നതാണ്. വിശ്വാസികളുടെ ജീവിതത്തിൽ വരുന്ന ആത്മീയ വീഴ്ചകളാണ്. അങ്ങനെ വീഴ്ച വരുത്തിയവരെ കുറിച്ചാണ് നാം പറയുന്നത്. എന്നാൽ ഇത് അങ്ങനെയല്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ആവർത്തിച്ച് പറഞ്ഞൊരു പ്രയോഗം ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കണ്ടിന്യൂവൻസ് ഈസ് ദ പ്രൂഫ് ഓഫ് റിയാലിറ്റി. ഒരു കാര്യത്തിൽ തുടരുന്നതാണ് വാസ്തവികതയെ തെളിയിക്കുന്നത്. അപ്പോൾ പിടിച്ചുകൊള്ളണം, അല്ലെങ്കിൽ നാം അതിൽ തുടരണം. മുറുകെ പിടിച്ചുകൊണ്ടാൽ. എന്നിട്ടാണ് വിശ്വാസത്യാഗികളെക്കുറിച്ച് 3-4 അധ്യായങ്ങളിൽ നാം കണ്ടത്. ഈ 3-ാമത്തെ ഭയനിർദ്ദേശത്തിലേക്ക് വരുമ്പോൾ ഇത് പറയുവാനും ഇതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട്. ഈ 5-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യ ശുശ്രൂഷയെക്കുറിച്ച് പറയുന്നത് നാം കാണുന്നു. അതിൻ്റെ ക്രമം മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം എന്ന് പറയുന്നത് നാം കാണുന്നു. എബ്രായ ലേഖനത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യ ശുശ്രൂഷയെക്കുറിച്ച് വളരെ നാം കാണുന്നുണ്ടല്ലോ. ഇതുപോലെ മറ്റുള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നതല്ല. ഈ 2-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങളിലാണ് ആദ്യമായിട്ട് ആ വിഷയം ലേഖനകാരൻ എഴുത്തുകാർക്ക്, വായിക്കുന്നവർക്ക് കാട്ടിക്കൊടുക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനെ കരുണയും വിശ്വസ്തതയുമുള്ള മഹാപുരോഹിതൻ എന്നവിടെ പരാമർശിച്ചിരിക്കുന്നു. അതിനുശേഷം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വീണ്ടും കർത്താവിനെ മഹാപുരോഹിതനെന്ന് പറയുന്നത് നാം കാണുന്നു. അതിൻ്റെ 1-ാം വാക്യത്തിൽ അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. പിന്നീട് 4-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ വീണ്ടും ആ വിഷയത്തിലേക്ക് വരുന്നു. അതിൻ്റെ 14-ാം വാക്യത്തിൽ നാം കാണുന്നത്, ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നു പോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് തുടങ്ങിയുള്ള കാര്യങ്ങൾ നാം കാണുന്നു. ഇനി 5-ാം അധ്യായം മുതൽ താനത് കൂടുതൽ വിവരിക്കുവാൻ പോവുകയാണ്. അതിൻ്റെ 1-ാം വാക്യം മുതൽ തന്നെ കർത്താവിൻ്റെ മഹാപൗരോഹിത്യത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. എന്നിട്ട് അതിൻ്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോഴാണ് അതിൻ്റെ ക്രമം പറയുന്നത്. അത് മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ളതാണ്. മൽക്കിസദേക്ക് പഴയ നിയമത്തിൽ കാണുന്ന ഒരു വ്യക്തിയാണല്ലോ. ഉൽപ്പത്തി പുസ്തകം
14 അധ്യായം, അതുപോലെ 110 സങ്കീർത്തനം, ഇവിടെയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ ആ മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരമാണ് കർത്താവിൻ്റെ മഹാപൗരോഹിത്യം എന്ന് പറയുവാനായിട്ട്, തെളിയിക്കുവാനായിട്ട് താൻ പോവുകയാണ്. 7 അധ്യായം മുതൽ അത് താൻ വിശദീകരിക്കുകയും ചെയ്യും. എന്നാൽ ആ വിഷയത്തിലേക്ക് വന്നപ്പോൾ ഈ കേൾക്കുന്നവർ അല്ലെങ്കിൽ വായിക്കുന്നവർ, ഇവർക്ക് ഈ കാര്യം എത്രമാത്രം മനസ്സിലാകും? ഈ സംഗതി എഴുത്തുകാരനൊന്ന് ചിന്തിക്കുക, ലേഖനകാരനൊന്ന് ചിന്തിക്കുക. നോക്കുക, 11 വാക്യത്തിൽ താൻ എന്താ പറയുന്നത് നോക്കുക. നാം കാണുന്നത് ഇങ്ങനെയാണ്: ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറവാനുണ്ട്. അല്ലെങ്കിൽ മെൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യം, ഇതിനെക്കുറിച്ച് വളരെ പറവാനുണ്ട്. എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നതുകൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. എങ്കിലും പറഞ്ഞതിൻ്റെ അർത്ഥം അതാ, എങ്കിലും ഇതൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുകയില്ല. എന്തുകൊണ്ടാണ് മനസ്സിലാകാത്തത്? തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴും പാലാണ് വേണ്ടത്. കട്ടിയായുള്ള ആഹാരം നിങ്ങൾക്ക് സാധ്യമല്ല, ദഹിക്കുകയില്ല. എന്നിട്ട് താൻ പറയുന്നത് 13 അവസാന ഭാഗത്ത്, അവൻ ശിശുവല്ലോ. നാം പുതിയ നിയമം വായിക്കുമ്പോൾ ആ ആത്മീക ശൈശവാവസ്ഥയ്ക്ക് 3 ലക്ഷണങ്ങളെങ്കിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒന്നാമത്തത് ഇൻഫൈറ്റ്സ്, രണ്ടാമത്തത് ഇൻസെൻസിറ്റിവിറ്റി, മൂന്നാമത്തത് ഇൻഡൈജഷൻ. ഇൻഫൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഉൾപ്പോരുകൾ, അല്ലെങ്കിൽ തമ്മിൽ വഴക്കിടുക. പിള്ളേരുള്ള വീട്ടിൽ നമുക്കറിയാം എത്ര വഴക്കാണ് പിള്ളേർ. അപ്പോൾ ആ ചിത്രമാണിത്. അതുപോലെ ഇൻസെൻസിറ്റിവിറ്റി, അല്ലെങ്കിൽ വിവേചിച്ചറിയുവാനുള്ള കഴിവില്ലായ്മ. കുഞ്ഞുങ്ങളെ തറയിലോട്ട് വെച്ചാൽ കൈ കിട്ടുന്നതൊക്കെ വായിലിടും. നല്ലതേതാ അഴുക്കേതാ എന്ന് അറിയില്ല. പിന്നെ മൂന്നാമത്തത് ഇൻഡൈജഷൻ, അല്ലെങ്കിൽ ദഹനക്കുറവ്. ഇതെല്ലാം ആത്മീയമായിട്ടുള്ള കാര്യങ്ങളാണ്. ആ ദഹനക്കുറവ് എന്ന് വെച്ചാൽ കട്ടിയായിട്ടുള്ള ആഹാരം, വചനത്തിലെ ആഴമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ഇല്ല, അത് മനസ്സിലാകുകയില്ല. കുഞ്ഞുങ്ങൾക്കും അങ്ങനെയാണല്ലോ. അപ്പോൾ ഈ 3 ലക്ഷണങ്ങൾ. ഈ എബ്രായരിൽ വന്ന ലക്ഷണം പ്രത്യേകിച്ച് ഈ ഇൻഡൈജഷന്റെ പ്രശ്നമാണ്. ഈ മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിക്കുവാൻ പോയാൽ ഇവർക്ക് മനസ്സിലാകുകയില്ല. അവൾ ആ ഭാരം തൻ്റെ മുൻപാകെ ഇരിക്കുക. എന്താണ്? വളർച്ചയായിട്ടില്ല, ഇപ്പോഴും ആത്മീയ ശൈശവാവസ്ഥയിലാണ്, ഇമ്മെച്യൂർഡാണ്. ചിലപ്പോൾ ആ ചിന്തയായിരിക്കാം 6 അധ്യായത്തിൽ നാം വായിച്ച ആ മുന്നറിയിപ്പ് അവർക്ക് നൽകുവാൻ, വിശ്വാസത്യാഗത്തിൻ്റെ മുന്നറിയിപ്പ് അവർക്ക് നൽകുവാൻ കാരണമായി തീർന്നത്. നാം ഒന്ന് ഓർക്കണം, ജീവനുള്ളതൊക്കെ വളരും. വളർച്ച ഒട്ടുമില്ലെങ്കിൽ നാം ഒന്ന് ഓർക്കണം, ജീവനില്ലെന്നുള്ളതായിരിക്കാം അതിൻ്റെ തെളിവ്. ലോകത്തിലും ജീവനുള്ളതൊക്കെ വളരുമല്ലോ. ആത്മീയ ലോകത്തിലും അത് തന്നെയാണ്. ജീവനുണ്ടോ എങ്കിൽ വളരും. വളർച്ചയിൽ ചിലപ്പോൾ അളവിൽ വ്യത്യാസമുണ്ടാവാം. എല്ലാം ഒരുപോലെ വളർന്നു വരികയില്ല. അളവിൽ വ്യത്യാസമുണ്ടായിരിക്കാം, എന്നാൽ വളർച്ച ഉണ്ടായിരിക്കും. വളർച്ച ഒട്ടുമില്ലയോ? സംശയിക്കണം. എന്ത്? ഇത് രക്ഷിക്കപ്പെട്ടാണോ? വീണ്ടും ജനിച്ചതാണോ? അപ്പോൾ ഇവരുടെ വളർച്ചയെക്കുറിച്ച് ഈ പറയുന്ന ഭാഗത്ത് അവരെക്കുറിച്ച് പറയുന്നുണ്ട്, നിങ്ങളിപ്പോൾ ഉപദേഷ്ടാക്കന്മാരാകേണ്ടവരാ. ഇപ്പോഴും മറ്റുള്ളവർ എന്തെങ്കിലും പഠിപ്പിച്ചു തരണം, അതും പാല് തരണം, കട്ടിയില്ലാത്തത് തരണം. പ്രിയമുള്ളവർ, നാം ഒരു കാര്യം ഓർക്കേണ്ടത്, ഇന്നും സഭകളിൽ ദൈവജനത്തിൻ്റെ മധ്യേ ഇങ്ങനെയുള്ള അവസ്ഥ വളരെയില്ലേ? വളർച്ചയില്ലാത്ത അവസ്ഥ, ആത്മീയ ശൈശവാവസ്ഥയുടെ ആ ലക്ഷണങ്ങൾ പലത്. ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ പറയുണ്ടായി. അതൊക്കെ നമുക്ക് പല നിലകളിൽ കാണുവാനായിട്ട് സാധിക്കുന്നില്ലേ? പ്രത്യേകിച്ച് ഇപ്പം നാം കാണുന്നത് ഇൻഡൈജഷൻ, ദഹനക്കുറവ്, കട്ടിയായുള്ളത് കഴിക്കുവാൻ പ്രയാസം. ഇത് വളരെ നാം കാണുന്നില്ലേ? എങ്കിൽ നാമും ഭയപ്പെടണം. ഈ ഇവിടെ പറയുന്ന ഈ അവസ്ഥ അങ്ങനെ അനേകരിലുണ്ടെന്നുള്ളത് നാം ഭയപ്പെടേണ്ടത് ആവശ്യമാണ്. ഈ ഭയനിർദ്ദേശം നമുക്കുള്ളതാണ്. വളർച്ച ഉണ്ടാവണം. ഈ ഭയനിർദ്ദേശം നാം വായിക്കുമ്പോൾ നാം എടുക്കേണ്ട പ്രധാനപ്പെട്ട ആ ആശയമെന്ന് പറയുന്നത്, നമുക്കുള്ള നിർദ്ദേശമെന്ന് പറയുന്നത് വളർച്ച സംബന്ധിച്ചുള്ളതാണ്. അതിനായിട്ടുള്ളത് ചെയ്യണം.
ജീവൻ ഉണ്ടെന്നുള്ളത് വളർച്ച കൊണ്ട് തെളിയിക്കണം. വളർച്ച പുത്രനോട് തലയോടുള്ള ആനുരൂപ്യമാണ്. ഞാനത് പറയുവാനായിട്ട് ആവശ്യമില്ല. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. ഇനിയും ഈ എബ്രായരിൽ ഈ ലക്ഷണം പരലിൽ താൻ മനസ്സിൽ കണ്ടത് പറയുന്ന ഈ വാക്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധയെ കൊണ്ടുവരാം. 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണല്ലോ നാം വായിച്ചു കേട്ടത്. അവിടെ ആ മുന്നറിയിപ്പിന്റെ ഉള്ളടക്കം നാം ഒന്ന് നോക്കുക. അതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് 5-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക് നോക്കുക. ആ വാക്കാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത്. അവിടെ നാം കാണുന്നത് പിന്മാറിപ്പോയാൽ എന്നുള്ള വാക്ക്. പിന്മാറിപ്പോയാൽ എന്താണ് അതിൻ്റെ അർത്ഥം? പിന്മാറിപ്പോയാൽ നാം 3-ാം അധ്യായം 12-ാം വാക്യം പഠിച്ചപ്പോൾ അവിടെയും നാം ഒരു വാക്ക് ശ്രദ്ധിക്കുകയുണ്ടായി. പ്രധാനമായിട്ടുള്ള ആ ഭയനിർദ്ദേശത്തിലുള്ള പ്രധാന വാക്ക് നാം ശ്രദ്ധിക്കുകയുണ്ടായി. ആ വാക്ക് 3:12 നാം കണ്ടത്. ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന്, ത്യജിച്ച് കളയുക എന്നുള്ള വാക്ക്. ആ വാക്ക് വിശദീകരിച്ചപ്പോൾ ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. ഇംഗ്ലീഷിൽ അപ്പോസ്റ്റസി, വിശ്വാസത്യാഗത്തിന് ഉള്ള വാക്കായിട്ടുള്ള ഇംഗ്ലീഷ് വാക്കായിട്ടുള്ള അപ്പോസ്റ്റസി എന്ന വാക്ക് അവിടെ ത്യജിച്ച് കളയുക എന്നതിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിൽ നിന്നാണ് അതുള്ളവായിരിക്കുന്നത്. അപ്പോൾ അവിടെ ആ വാക്ക് തന്നെ എഴുത്തുകാരൻ ഉപയോഗിച്ചിരിക്കുക. അപ്പോസ്റ്റസി, വിശ്വാസത്യാഗം, ത്യജിച്ച് കളയുക. എന്നാൽ ഈ 6-ാം അധ്യായം 4-ാം വാക്യത്തിൽ 5-ാം വാക്യത്തിൽ പിന്മാറിപ്പോയാൽ എന്നുള്ള വാക്ക് 3:12 ഉപയോഗിച്ചിരിക്കുന്ന വാക്കല്ല, വ്യത്യസ്തമായിട്ടുള്ള വാക്കാണ്. എന്നാൽ അത് വ്യത്യസ്തമായിട്ടുള്ള വാക്കാണെങ്കിലും ആ അർത്ഥം തന്നെ വരുന്ന അതിന് സമാനമായിട്ടുള്ള വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ചില ഇംഗ്ലീഷ് വേർഷൻസ് ഒക്കെ നോക്കിയാൽ ഈ ഭാഗത്ത് അപ്പോസ്റ്റസി എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്, തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം 2 വാക്കാണെങ്കിലും ആശയമൊന്ന. അല്ലെങ്കിൽ ഇവിടെയും പൗലോസ് ആയിരിക്കാം, ആ എബ്രായ ലേഖനകാരൻ എഴുതിയിരിക്കുന്നത് അപ്പോസ്റ്റസി എന്നുള്ള ആ പ്രശ്നം തന്നെയാണ്, വിശ്വാസത്യാഗം എന്നുള്ള ആ പ്രശ്നം തന്നെയാണ്. പിന്മാറിപ്പോയാൽ. ഇനിയും ഈ പറയുന്ന കൂട്ടർക്ക് ഇവിടെ പറയുന്ന ആ വിവരണങ്ങളൊന്ന് നോക്കുക. അവിടെ നാം കാണുന്നത് ഇങ്ങനെയാണ്. 5 കൂട്ടം കാര്യങ്ങൾ അവരെക്കുറിച്ച് പറയുന്നുണ്ട്. നാം 4-ാം വാക്യത്തിൽ കാണുന്നത് ഇങ്ങനെയാണ്. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട്, അവർക്ക് പ്രകാശനം ലഭിച്ചിരുന്നു, എൻലൈറ്റൻഡ്. അത് മാത്രമല്ല, സ്വർഗീയ ദാനം ആസ്വദിക്കുകയും, അവർ സ്വർഗീയ ദാനം ആസ്വദിച്ചു. പിന്നീട് നാം കാണുന്നത് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും, അതിനുശേഷം ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ. അവിടെ 2 കാര്യങ്ങൾ നാം കാണുന്നു. നല്ല വചനം, ദൈവത്തിൻ്റെ നല്ല വചനം അവർ ആസ്വദിച്ചു. തന്നെയുമല്ല, വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും അവർ ആസ്വദിച്ചു എന്ന് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. നാം ഒന്ന് ഓർക്കേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ നാം വായിക്കുമ്പോൾ, അവരെക്കുറിച്ചുള്ള ഈ വിവരണങ്ങളൊക്കെ നാം വായിക്കുമ്പോൾ ഏതാണ്ട് വിശ്വാസികൾക്കുള്ള വിവരണം പോലെ തന്നെ തോന്നും. ഞാൻ ആദ്യം ഓർപ്പിക്കുകയുണ്ടായി, ഇത് വിശ്വാസത്യാഗികളെ കുറിച്ചാണ്, അപ്പോസ്റ്റസിയെക്കുറിച്ചാണ് ഇവിടെ ലേഖനകാരൻ പറയുന്നത് എന്നുള്ളത് ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. എന്നാൽ ഈ 5 കൂട്ടം വിവരണങ്ങൾ, they were enlightened, they tasted the heavenly gift, they were partakers of the Holy Spirit, they tasted the good word of God, and they tasted the powers of the age to come. ഇവയൊക്കെ നാം നോക്കിയാൽ വിശ്വാസികളെക്കുറിച്ച് പറയുന്നത് പോലെ തോന്നും. അത് നിമിത്തം ഇത് വിശ്വാസികൾ തന്നെയാണെന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കുന്നവരുമുണ്ട്. മറ്റു പല വ്യാഖ്യാനങ്ങൾ ഈ ഭാഗത്ത് നിന്നുള്ളതുണ്ട്. അതിലേക്കൊന്നും ദീർഘമായിട്ട് പോകുവാനായിട്ട് നമുക്ക് ആവശ്യമില്ല. എന്നാൽ നാം ഒരു കാര്യം ഓർക്കേണ്ടത്, ഈ വിവരണങ്ങൾ, ആ വിശ്വാസികൾക്ക് സാധാരണ നാം കേൾക്കുന്ന ഈ വിവരണങ്ങൾ ഈ കൂട്ടരെ കുറിച്ച് പറഞ്ഞുവെങ്കിലും ഇത് വിശ്വാസികളാണ്
വിശ്വാസത്യാഗികളെ അല്ല തൻ്റെ മനസ്സിൽ എന്ന് നമുക്ക് പറയുവാനായിട്ട് ആവശ്യമില്ല. അതിൻ്റെ കാരണം ഇതാണ്: വിശ്വാസികളും വിശ്വാസത്യാഗികളും ഒരു ഘട്ടം വരെ ഏതാണ്ട് ഒരുപോലെ തോന്നും. മുൻപ് ഞാൻ പറയുകയുണ്ടായി, കഴിഞ്ഞ ക്ലാസ്സിലാണെന്ന് തോന്നുന്നു, നല്ല ഗോതമ്പ് വിതച്ചു, എന്നാൽ അതിൻ്റെ മധ്യേ കളയും ശത്രു വിതച്ചു. എന്നാൽ ആ വളർച്ചയുടെ ഒരു ഘട്ടം വരെ രണ്ടും ഒരുപോലെ തോന്നും. ഏതാണ് നല്ല വിള, ഏതാണ് കള, ഇത് പറയുവാനായിട്ട് സാധ്യമല്ല. ആരംഭത്തിൽ ഒരുപോലെ തോന്നും. ഇതും അത് തന്നെയല്ലേ എന്ന് സംശയം തോന്നും. അപ്പോൾ ഈ വിവരണങ്ങൾ, ഇവരെക്കുറിച്ചുള്ള ഈ 5 വിധമായിട്ടുള്ള വിവരണങ്ങൾ നാം വായിക്കുമ്പോൾ അത് തന്നെയല്ലേ, ഇത് വിശ്വാസത്യാഗികളാണോ, വിശ്വാസികൾ തന്നെ അല്ലേ എന്ന് നമുക്ക് സംശയം തോന്നിയാൽ അതിന് അതിശയിക്കുവാനായിട്ട് ആവശ്യമില്ല. ഒരു ഘട്ടം വരെയും ഏതാണ്ട് ഒരുപോലെ തന്നെ ഇവര് തോന്നുവാനായിട്ടിടയുണ്ട്. മാത്രമല്ല, ഇത് വിശ്വാസികളല്ല, വിശ്വാസത്യാഗികളാവാം എന്ന് നാം വിശ്വസിക്കുവാൻ മറ്റു കാരണവുമുണ്ട്. നാം ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ ഈ 5-ാം അധ്യായം 11 മുതൽ ഏതാണ്ട് 6-ാം അധ്യായം 3-ാം വാക്യം വരെയും നാം വായിക്കുമ്പോൾ ഇവിടെ നാം കാണുന്ന സർവനാമങ്ങൾ, പ്രൊനൗൺസ്, യു, വി തുടങ്ങിയുള്ള പ്രയോഗങ്ങളാണ്. നോക്കുക, 11-ാം വാക്യത്തിൽ നിങ്ങൾ എന്നുള്ള പ്രയോഗം നാം കാണുന്നുണ്ട്. 6-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ നാം എന്നുള്ള പ്രയോഗം, 3-ാം വാക്യത്തിലും നാം എന്ന പ്രയോഗം. അപ്പോൾ വിശ്വാസികളെയും എഴുത്തുകാരൻ തന്നെയും ഉൾപ്പെടെ പറയുന്ന പ്രയോഗങ്ങളാണ് അവിടെ വരെ, 6-ാം അധ്യായം 3-ാം വാക്യം വരെ. എന്നാൽ 4-ാം വാക്യം മുതൽ നാം വായിക്കുമ്പോൾ അവിടെ പ്രൊനൗൺസ് മാറ്റം വരിക, സർവനാമങ്ങൾക്ക് മാറ്റം വരിക. ആ ഭാഗം നാം നോക്കുമ്പോൾ മൂന്നാമത് ചില കൂട്ടരെ കുറിച്ച് പറയുന്ന പ്രയോഗങ്ങളാണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നോക്കുക, 5-ാം വാക്യം വായിക്കുമ്പോൾ നാം കാണുന്നത് ആസ്വദിക്കുകയും ചെയ്തവർ, അവർ. അതുപോലെ 6-ാം വാക്യം വായിക്കുമ്പോൾ ക്രൂശിക്കുന്നവരും, അവിടെയും അവർ പ്രയോഗം നമുക്ക് കാണാൻ സാധിക്കും. അതേ വാക്യത്തിൽ തന്നെ ആകെ കൊണ്ട് അവരെ, നാം, അല്ലെങ്കിൽ നിങ്ങൾ തുടങ്ങിയുള്ള പ്രയോഗങ്ങളല്ല, സർവനാമങ്ങളിൽ അവിടെ ഒരു വ്യത്യാസം വരുന്നു. എന്നാൽ 9-ാം വാക്യം തൊട്ട് നാം വായിക്കുമ്പോൾ വീണ്ടും പഴയതുപോലെ 6-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറഞ്ഞതുപോലെ വീണ്ടും താൻ അതിന് മാറ്റം വരുത്തുകയാണ്. അവിടെ നാം കാണുന്നത്, എന്നാൽ പ്രിയമുള്ളവരെ ഞങ്ങൾ, മാത്രമല്ല നിങ്ങളെക്കുറിച്ച്, ഞങ്ങൾ, നിങ്ങൾ പ്രയോഗങ്ങളിലേക്ക് വീണ്ടും 9-ാം വാക്യം മുതൽ താൻ തിരിച്ചു വരിക. അതിൻ്റെ അർത്ഥം 4 മുതൽ 8 വരെ പറയുന്ന ആ ഭാഗത്ത് വേറൊരു കൂട്ടരെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് അവിടെ വ്യക്തമായി കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് വിശ്വാസികളെ കുറിച്ചല്ല പറയുന്നത്, പിന്നെ വിശ്വാസത്യാഗികളെ കുറിച്ച് തന്നെയാണ് എന്നുള്ളത് അവിടെ നമുക്ക് വ്യക്തമായി കാണാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, 7-8 വാക്യങ്ങളിലേക്ക് വരിക. 7-8 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ലേഖനകാരൻ ചില സദൃശ്യങ്ങൾ ഉപയോഗിക്കുന്നത് നാം കാണുന്നുണ്ട്. ആ സദൃശ്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധയെ കൊണ്ടുവരാം. 7-ാം വാക്യത്തിൽ നാം കാണുന്നത് എങ്ങനെയാണ്? പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. ഇത് നല്ല നിലത്തെക്കുറിച്ചാണ്. കൃഷിക്കാരൻ വിള ഇറക്കുന്നു, മാത്രമല്ല മഴ ദൈവം നൽകുന്നു, തന്നെയുമല്ല പ്രയോജനമായിട്ടുള്ള സസ്യം, ഫലകരമായിട്ടുള്ള സസ്യം അവിടെ ഉളവാകുന്നു. എന്നിട്ട് 8-ാം വാക്യത്തിലേക്ക് നോക്കുക, മറ്റൊരു സദൃശ്യം. അവിടെ നാം കാണുന്നത്, മുള്ളും ഞെരിഞ്ഞലും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിനടുത്തതും ആകുന്നു, ചുട്ടുകളകയത്രേ അതിൻ്റെ അവസാനം. നോക്കുക, മറ്റൊരു നിലത്തെക്കുറിച്ച്, ഭൂമിയെക്കുറിച്ച് അവിടെ പറയുക. അതെന്താണ് മുളപ്പിക്കുന്നത്? മുള്ളും ഞെരിഞ്ഞിലും. മുള്ളും ഞെരിഞ്ഞിലും നമുക്കറിയാം, ഒരു ഭൂമി, ഒരു തുണ്ട് ഭൂമി വെറുതെ ഇട്ടിരുന്നാൽ ചില മാസങ്ങൾക്കുള്ളിൽ അവിടെ കിളിർക്കുന്നത് ഇതൊക്കെയായിരിക്കും. മുള്ളും ഞെരിഞ്ഞിലും പ്രയോജനമില്ലാത്തത്, സ്വാഭാവികമായി ഭൂമി പുറപ്പെടുവിക്കുന്നത് ഇതാണ്.
ഇത് പാപത്തിൻ്റെ ശാപമാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം. അപ്പോൾ ഇതാണ് സ്വാഭാവികമായി ഭൂമി പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ ഈ 8-ാം വാക്യത്തിൽ കാണുന്ന ആ ഭൂമി, അല്ലെങ്കിൽ മുള്ളും ഞെരിച്ചിലും പുറപ്പെടുവിക്കുന്ന ആ ഭൂമി മനുഷ്യൻ സ്വാഭാവികമായി എന്താണെന്നുള്ളതിനെ കാണിക്കുന്നതാ. അത് വിശ്വാസികളുടെ ചിത്രമല്ല. 4 മുതൽ 6 വരെയുള്ള ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്നവരുടെ സദൃശമാണിത്, അതിന് സംശയമില്ലല്ലോ. നല്ല ഫലം പുറപ്പെടുവിക്കുന്നവരല്ല, പിന്നെ മുള്ളും ഞെരിച്ചിലും പുറപ്പെടുവിക്കുക, നാച്ചുറലായിട്ട് വരുന്ന ആ കാര്യങ്ങൾ പുറപ്പെടുവിക്കുന്ന ഭൂമി. നമുക്കറിയാം, ലോക മനുഷ്യരെ പല ഭാഗങ്ങളായിട്ട് പൗലോസ് വിഭജിക്കുമ്പോൾ ആ നാച്ചുറൽ മാൻ എന്നുള്ള പ്രയോഗവും നാം കാണുന്നുണ്ട്. സ്പിരിച്വൽ മാൻ, കാർണൽ മാൻ ആൻഡ് നാച്ചുറൽ മാൻ. അവിടെ നാച്ചുറൽ മാൻ എന്ന് പറയുന്നത്, സ്വാഭാവിക മനുഷ്യൻ എന്ന് പറയുന്നത്, എങ്ങനെ ജനിച്ചോ അങ്ങനെ തുടരുക. എങ്ങനെ ജനിച്ചു? പാപിയായി തുടർന്നു. എങ്ങനെ തുടരുന്നു? പാപിയായി ജനിച്ചു. എങ്ങനെ തുടരുന്നു? പാപിയായി തുടരുന്നു. മുള്ളും ആ ഞെരിഞ്ഞിലും മുളപ്പിക്കുന്ന ആ അവസ്ഥ. എന്നാൽ ഇവിടെ അവർ വചനം കേട്ട് സന്തോഷിച്ച് കുറെ നാളൊക്കെ ആ വിശ്വാസികളോടൊത്തൊക്കെ വന്നു, പുറമേ ലക്ഷണങ്ങളൊക്കെ കാണിച്ചു. എന്നാൽ ഒരു സമയം വന്നപ്പോ പിന്മാറിപ്പോവാനുള്ള പ്രവണത എന്തവർ അതുകൊണ്ട് തെളിയിച്ചു? വിശ്വാസികളല്ല, വിശ്വാസത്യാഗികളാ, രക്ഷിക്കപ്പെട്ടവരേ ആയിരുന്നില്ല എന്നുള്ള കാര്യം അവർ തെളിയിച്ചു എന്നുള്ളതാണ് ആ സദൃശത്തിലൂടെയും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി 9-ാം വാക്യം നോക്കുക. 9-ാം വാക്യവും അതേ കാര്യത്തെ തെളിയിക്കുന്നതാണ്. ഞാൻ ആദ്യം ഓർപ്പിച്ചത്, ഇവിടെ കാണുന്ന വിവരണങ്ങൾ വിശ്വാസികൾക്കുള്ള വിവരണങ്ങൾ പോലെ തോന്നും. എന്നാൽ അതിൽ നാം അതിശയിക്കുവാൻ ആവശ്യമില്ല. കാരണം കോതമ്പും കളയും ഒരുപോലെ തോന്നും ഒരു ഘട്ടം വരെ. പിന്നെ അതിനുശേഷം ഞാൻ ഓർപ്പിച്ചത് ആ പ്രൊനൗൺസ്, ആ സർവനാമങ്ങളുടെ വ്യത്യാസമാണ്. അതിനുശേഷം ഞാൻ ഓർപ്പിച്ചത് ഈ സദൃശ്യങ്ങൾ, ഇവിടെ കണ്ട സദൃശ്യമാണ്. അതോട് ചേർന്ന് 9-ാം വാക്യവും കൂടി ഈ കാര്യത്തെ തന്നെ ഉറപ്പിക്കുന്നതാണ്. എന്താണ് 9-ാം വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്? എന്നാൽ പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുവെങ്കിലും നിങ്ങളെക്കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്കുതകുന്നതും വിശ്വസിക്കുന്നു. നോക്കുക, എന്നാൽ പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുവെങ്കിലും നിങ്ങളെക്കുറിച്ച് എന്താണ്? രക്ഷയ്ക്കുതകുന്നത് വിശ്വസിക്കുന്നു. എന്ന് വെച്ചാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരെന്ന് വിശ്വസിക്കുന്നു, നിങ്ങൾ വാസ്തവമായിട്ടുള്ളവരെന്ന് വിശ്വസിക്കുന്നു, നിങ്ങൾ അവാസ്തവമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. മുൻപ് പറഞ്ഞത് വാസ്തവമായി രക്ഷിക്കപ്പെടാത്തവരെ കുറിച്ചാ, നിങ്ങൾ അങ്ങനെയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ആ വാക്യത്തിലെ പ്രയോഗവും, വായനക്കാരോട് പറയുന്ന ആ പ്രയോഗവും, 9-ാം വാക്യത്തിലെ പ്രയോഗവും നമ്മെ ഓർപ്പിക്കുന്നത് എന്താണ്? അതിന് മുൻപിൽ പറഞ്ഞ കൂട്ടം വിശ്വാസികളല്ല, പിന്നെ വിശ്വാസത്യാഗികളാ. വിശ്വാസികളെ പോലെ ഇരുന്നു, എന്നാൽ അവർ അവിശ്വാസികളായിരുന്നു എന്നുള്ള കാര്യം തെളിയിക്കുന്ന സംഗതിയാണ് അവിടെയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവരെക്കുറിച്ച് ലേഖനകാരൻ പറയുന്നത്, അവരെ വീണ്ടും 6-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം, അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. ഈ പ്രയോഗത്തിനും പല വിശദീകരണങ്ങൾ കേൾക്കുവാനായിട്ടിടയായിട്ടുണ്ട്. എന്നാൽ നമുക്ക് പൊതുവെ അംഗീകരിക്കാവുന്നതായിട്ടുള്ള വിശദീകരണം ഇതാണ്. അവർ തുടരാതെ, അവർ വിശ്വസിച്ച കാര്യത്തിൽ, അവർ അംഗീകരിച്ച കാര്യത്തിൽ തുടരാതെ അവർ പിന്മാറിപ്പോയത് കൊണ്ട് അവരെ വീണ്ടും മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുവാൻ അസാധ്യമാണ്. മാത്രമല്ല, അവർ എവിടേക്കാണ് പോയത്? അവരുടെ അവസ്ഥ എന്താണ്? 6-ാം വാക്യത്തിൽ നാം കാണുന്നത്, അവർ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരുമാകൊണ്ട്. അവർ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവർ. പറയുന്നതൊന്നും അർത്ഥമാക്കുന്നത് അവർ വീണ്ടും യഹൂദ പാളയത്തിലേക്ക് പോയി എന്നുള്ള കാര്യത്തെ ഓർപ്പിക്കാനായിട്ടാവാം. കർത്താവ് സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല, ഉപേക്ഷിച്ചു. അവനെ ക്രൂശിക്കുക എന്നവർ ആർത്തു, അവർ അവനെ ക്രൂശിച്ചു. ഇപ്പോൾ ഇവർ പിന്മാറി ആ കൂട്ടത്തിലേക്കാണ് പോകുന്നത്, ക്രൂശിക്കുന്നവർ. അപ്പോൾ ആ ലേബൽ അവർക്കും പറ്റും. അവർ അവനെ വീണ്ടും ക്രൂശിക്കുന്നവരും ലോകാപവാദം വരുത്തുന്നവരുമാണ്.
അത് യഹൂദ പാളയത്തിലേക്ക് തിരിച്ചു പോകുന്ന ആ ചിത്രത്തെ നമ്മുടെ മുൻപാകെ കൊണ്ടുവരികയാണ്. അവരെ വീണ്ടും മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുവാൻ അസാധ്യം. അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അങ്ങനെ ഉപേക്ഷിച്ച് സത്യം അറിഞ്ഞതിന് ശേഷം വേണ്ട പ്രകാശനമൊക്കെ ഉള്ളിലേക്ക് പ്രവേശിക്കുവാനുള്ള പ്രകാശനമൊക്കെ ലഭിച്ച ശേഷം വേണ്ടെന്ന് പറഞ്ഞ് പിന്നോട്ട് പോയവർ അവർ തിരിച്ചു വരുവാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ദൈവം അവരെ വിടും എന്നുള്ള സംഗതിയാണ്. ഫറവോൻ അങ്ങനെ വിടപ്പെട്ടവനായിരുന്നു, നമുക്കറിയാം. അതുപോലെ റോമാലേഖനം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം ഉപേക്ഷിച്ച ചിലരെ നമുക്ക് ജാതികളെ സംബന്ധിക്കുന്നതാ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ 2 തെസ്സലോനിക്കർ അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം 11-12 വാക്യങ്ങളാണെന്ന് തോന്നുന്നു. അവിടെയും നാം കാണുന്നുണ്ട് സത്യം അറിഞ്ഞതിന് ശേഷം അത് ഉപേക്ഷിച്ചു പോയവർ അവരെ ഭോഷ്കിന്റെ ആത്മാവിന് ദൈവം കൈവിടുന്ന അവസ്ഥ അവിടെയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇങ്ങനെ മുൻപോട്ട് വന്ന് വചനം കേട്ട് സന്തോഷത്തോടെ വചനം കേട്ട് മാത്രമല്ല പരിശുദ്ധാത്മാവിന്റെ നന്മകളൊക്കെ അനുഭവിച്ചവർ, പരിശുദ്ധാത്മാവിന്റെ നന്മ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു എന്നൊക്കെ അവിടെ പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ അവരുടെ മധ്യേ ദൈവത്തിന്റെ ജനത്തിന്റെ മധ്യേ നടന്ന നന്മകളുടെ ഭാഗം അവർക്കും കിട്ടി. ആ നന്മകൾ അനുഗ്രഹങ്ങൾ അവരും അനുഭവിച്ചു. ചിലപ്പോൾ ചിലരൊക്കെ രോഗസൗഖ്യം വന്നവരാവാം, ചിലരുടെയൊക്കെ പ്രിയപ്പെട്ടവർ രോഗസൗഖ്യം വന്നവരാവാം. മാത്രമല്ല ആത്മീയമായിട്ടുള്ള നന്മകൾ, ആത്മീയമായിട്ടുള്ള കൂട്ടായ്മയുടെ നന്മകൾ ഇവയൊക്കെ അവർ വളരെ അനുഭവിച്ചവരാണ്. അതൊക്കെയാണ് 5 വിശദീകരണങ്ങൾ നമ്മെ ഓർപ്പിക്കുന്നത്. എന്നാൽ അതൊക്കെ ഉണ്ടായിട്ടും സത്യവും വചനവും വെളിച്ചവും വളരെ വ്യക്തമായി അവർക്ക് മുൻപാകെ ഉണ്ടായിട്ടും അവർ പിൻപെട്ടു പോയി. അവൾ അങ്ങനെ പിൻപെട്ടു പോകുന്നവർ, വീണ്ടും യഹൂദ പാളയത്തിലേക്ക് ഇറങ്ങിപ്പോയവർ, അതിനൊന്നായി തീർന്നവർ, ഇവിടെ നാം കാണുന്നത് വീണ്ടും മുൻപോട്ട് വരിക അസാധ്യം. അല്ലെങ്കിൽ ദൈവം അവരെ ഭോഷ്കിന്റെ ആത്മാവിന് ആ ന്യായവിധിക്കായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്ന രംഗമായിരിക്കാം അവിടെ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയും വിശദീകരിച്ചതിൻ്റെ അർത്ഥം ഇത് മാത്രമാണ്. ഇത് വിശ്വാസികളെ കുറിക്കുന്നതാവില്ല. പിന്നെ വിശ്വാസത്യാഗത്തെക്കുറിച്ചാണ് ഇവിടെയും ലേഖനകാരൻ പറയുന്നത് എന്നുള്ള കാര്യമാണ്. എന്നാൽ ഈ ഭാഗം നാം വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് ഈ നിലയിൽ മനസ്സിലാക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട പ്രതികരണം എന്തായിരിക്കണം? അല്ലെങ്കിൽ ഈ ഭാഗം വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് എന്താ? നാം ഓർക്കേണ്ടത് ഇതാണ്. നാം പ്രാരംഭത്തിൽ അത് ഓർപ്പിച്ചതാ. അതിതാണ്, നമുക്ക് ജീവൻ ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവ് വളർച്ചയാണ്, വളരുന്നുണ്ടെന്നുള്ളത്. വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മിലുണ്ടാവണം. 6-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിലെ 3 വാക്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധയോടെ കൊണ്ടുവരാം. 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമ്മവിടെ കാണുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ട് നിർജീവ പ്രവർത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കലെ വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യ ശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക. ദൈവം അനുവദിക്കുന്നുവെങ്കിൽ നാം അത് ചെയ്യും. നാം ഈ ഭാഗം നോക്കുമ്പോൾ 3 പ്രയോഗങ്ങൾ നാം ഇവിടെ ശ്രദ്ധിക്കുവാനായിട്ട് ആവശ്യമുണ്ട്. ഒന്ന്, വിട്ട് എന്നുള്ള പ്രയോഗം, വിട്ട്, ലീവ്. രണ്ടാമതായിട്ട് പ്രാപിക്കുവാൻ ശ്രമിക്കുക, ലെറ്റ് us go on. മൂന്നാമത്തത്, 3-ാം വാക്യം, ദൈവം അനുവദിക്കുന്ന പക്ഷം നാം അത് ചെയ്യും. ഡിപ്പെൻഡൻസ് ഓൺ ഗോഡ്സ് വിൽ. വളരുന്നതിന് ആവശ്യമായിട്ടുള്ള 3 കാര്യങ്ങളാണ് ഇവിടെ നാം കാണുന്നത്. ഒന്ന്, വിടണം, വിട്ട്. ഇവിടെ എന്ത് വിടണം എന്നാണ് നാം കാണുന്നത്? 7 കൂട്ടം കാര്യങ്ങൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവർ വിടണമെന്ന് പറയുന്ന 7 കൂട്ടം കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, നിർജീവ പ്രവർത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം,
ദൈവത്തിങ്കിലെ വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവധി, അത് മാത്രമല്ല പിന്നീട് ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആദ്യ വചനം തുടങ്ങിയുള്ള കാര്യങ്ങൾ. ഇവയെക്കുറിച്ച് ഇവിടെ ലേഖനകാരൻ തന്നെ പറയുന്നത് അവ അടിസ്ഥാനങ്ങളോടുള്ള ബന്ധത്തിലാണ്. എന്നീ അടിസ്ഥാനമിടാതെ നാം കാണുന്നത് അത് അടിസ്ഥാനങ്ങളോട് ബന്ധപ്പെട്ടതാ. അത് മാത്രമല്ല അത് ആദ്യ വചനമാണ്. ഈ പറയുന്ന കാര്യങ്ങൾ ചിലതൊക്കെ പലതും പഴയ നിയമ ഭാഗങ്ങളിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാ. ക്രിസ്തുവിനെ കുറിച്ചുള്ള ഉപദേശവും കഴുകലുകൾ അല്ലെങ്കിൽ സ്നാനങ്ങൾ, അതുപോലെ നമ്മവിടെ വായിക്കുമ്പോൾ കൈവെപ്പ് തുടങ്ങിയുള്ള കാര്യങ്ങൾ നാം കാണുന്നുണ്ട്. ന്യായവിധി, ഈ കാര്യങ്ങളൊക്കെ ഇവിടെ കണ്ട ഏതാണ്ട് 7 കൂട്ടം കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അവയൊക്കെ പഴയ നിയമത്തിൽ കാണുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ആവശ്യമായിട്ടുള്ള ഉപദേശങ്ങളാണ്. എന്നാൽ അവയൊക്കെ എലിമെന്ററിയാണ്, ആരംഭ സമയത്തുള്ള കാര്യങ്ങളാണ്, അടിസ്ഥാനങ്ങളോട് ബന്ധപ്പെട്ടുള്ളതാണ്. അവ ആവശ്യമാണ്. എന്നാൽ നാം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ മുൻപോട്ട് വന്നാൽ നാം അവ വിട്ട് മുൻപോട്ട് പോകണം. ഒരു ഓട്ടക്കാരനെ മനസ്സിൽ കാണുക. ആ ഓട്ടക്കാരൻ ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിൽക്കുന്നു. ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നാൽ പോരാ, പിന്നെ വിസിലടിക്കുമ്പോൾ, ഓടാനുള്ള വിസിലടിക്കുമ്പോൾ അവൻ മുൻപോട്ട് ഓടണം. ആരംഭത്തിലെ ആ സ്റ്റാർട്ടിംഗ് പോയിന്റ് വിട്ട് മുൻപോട്ട് പോകണം. എന്നാൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് വിസില് കഴിഞ്ഞു, സ്റ്റാർട്ടിംഗ് പോയിന്റ് വിടാതെ അവിടെ തന്നെ അങ്ങ് നിൽക്കുന്നു എന്ന് വിചാരിക്കുക. ഒരു ഓട്ടക്കാരൻ നിൽക്കുന്നതൊക്കെ നമുക്ക് മനസ്സിൽ കാണാൻ സാധിക്കും. കുനിഞ്ഞ് താൻ കൈയൊക്കെ താഴെ വെച്ച് കാലൊക്കെ പിന്നോട്ട് ഉറപ്പിച്ച് ഇങ്ങനെ ഇരിക്കുക. വിസില് കഴിഞ്ഞിട്ടും ആള് മുൻപോട്ട് പോകുന്നില്ലെങ്കിലോ? ഈ എബ്രായരുടെ അവസ്ഥ അതാ. 12-ാം അധ്യായത്തിന്റെ ആരംഭത്തിലും അതേ ആശയങ്ങൾ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓടുക എന്നുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ വിശദീകരണങ്ങൾ അവിടെയും ആപ്ലിക്കബിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇവർ വിടേണ്ടത് വിടുന്നില്ല, ആരംഭത്തിലെ കാര്യങ്ങളിൽ നിൽക്കുക. പിന്നെ അവൾ വിട്ട് വളരണമെങ്കിൽ വിടേണ്ടത് വിടണം. ആരംഭത്തിലെ പോയിന്റുകളിൽ, ആരംഭത്തിലെ വസ്തുതകൾ പിന്നിലാക്കി മുൻപോട്ട് ഗമിക്കണം. നാം യാക്കോബിന്റെ ലേഖനത്തിലും അതുപോലെ പത്രോസിന്റെ 1-ാം ലേഖനത്തിലും ഒക്കെ വായിക്കുമ്പോൾ അവിടെയും വളർച്ചയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ വിടേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് നമുക്ക് അവിടെയും കാണാനായിട്ട് കഴിയുന്നുണ്ട്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 21-ാം വാക്യം വായിക്കുമ്പോൾ, ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട്, ഇവിടെയും വിടാനുള്ള ഉപദേശം നാം കാണുന്നു. നാം എബ്രായ ലേഖനത്തിൽ കണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള പോലെയുള്ള കാര്യങ്ങളല്ല ഇവിടെ വിടാൻ പറയുന്നത്. പാപമയമായിട്ടുള്ള കാര്യങ്ങൾ, ദൈവത്തിന് ഹിതകരമായിട്ടുള്ള കാര്യങ്ങൾ വിട്ടുപോകുന്ന കാര്യമാണ് ഇവിടെ നാം കാണുന്നത്. പത്രോസിലും അങ്ങനെയാണ്. 1 പത്രോസ് 2-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ അവിടെയും വളർച്ചയെക്കുറിച്ചാണല്ലോ പറയുന്നത്. 1-ാം വാക്യത്തിൽ നാം കാണുന്നത്, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ്. ഒരു കൃഷിക്കാരനെ തന്നെ മനസ്സിൽ കാണുക. കൃഷി ഇറക്കുന്നതിന് മുൻപ് എന്തൊക്കെ മറ്റ് കളകളൊക്കെ, മറ്റ് ചെടികളൊക്കെ അവിടെയുണ്ടോ അവയെല്ലാം നീക്കം ചെയ്യും. ആത്മീയമായി വളരണമോ നമ്മുടെ ജീവിതത്തിൽ അത് ചെയ്യണം. ഒരു കൃഷിക്കാരനും ശരി, നമ്മൾ കൃഷിയൊക്കെ ഇറങ്ങാം, അതിന്റെ നടുക്ക് ഇച്ചിരി സ്ഥലം വിട്ടേക്കണം, അവിടെ കള വളർന്നോട്ടെ എന്നൊരു കൃഷിക്കാരനും ചിന്തിക്കുകയില്ല. കളയ്ക്കൊരിടമേ അവിടെ കാണുകയില്ല. എല്ലാം കിളച്ചിളക്കി കളയും. വിശ്വാസ ജീവിതത്തിൽ അതുപോലെ വേണം. വിട്ട്. അപ്പോൾ ദൈവത്തിന് ഹിതകരമല്ലാത്ത പാപകരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ജീവിതത്തിൽ ഇടം കൊടുക്കരുതെന്ന് മാത്രമല്ല, നാം എവിടെ ആരംഭിച്ചോ അതിൽ പിടിച്ചുകൊണ്ട് നിൽക്കുവാനും ഇവിടെ വരരുത്. മുൻപോട്ട് പോകണം. എലിമെന്ററി തിങ്സിൽ, ഫണ്ടമെന്റൽ തിങ്സിൽ തന്നെ തുടരുന്ന അവസ്ഥ ഉണ്ടാവരുത്. നാം മുൻപോട്ട് പോകണം. അപ്പോൾ ഞാൻ ആദ്യം ഓർപ്പിച്ചത് വിട്ട് എന്നുള്ള ആ പ്രയോഗമാണ്. രണ്ടാമത് ഞാൻ ഓർപ്പിച്ചത് ലെറ്റ് us go on. മലയാളത്തിൽ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് 3-ാം വാക്യം. 3-ാം വാക്യത്തിൽ നാം
2-ാം വാക്യത്തിന്റെ അവസാനം, ആദ്യ വചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക. ആ പരിജ്ഞാനപൂർത്തി പ്രാപിക്കുവാൻ ശ്രമിക്കുക. വിട്ടാൽ മാത്രം പോരാ, ചിലതൊക്കെ നാം എടുക്കുവാനും ആവശ്യമുണ്ട്. നാം വിടേണ്ട കാര്യങ്ങൾ നാം കണ്ടു, എന്നാൽ അത് മാത്രം പോരാ, ചില കാര്യങ്ങൾ നാം കരുതുവാൻ, എടുക്കുവാൻ ആവശ്യമുണ്ട്. ആശയമാണ് നാം ഇവിടെ കാണുന്നത്. പരിജ്ഞാനപൂർത്തി പ്രാപിക്കുവാൻ ശ്രമിക്കുക. ചില ശ്രമങ്ങൾ ആവശ്യമാണ്. ഇംഗ്ലീഷിൽ നാം വായിക്കുമ്പോൾ let us go on. We have to leave certain things behind and we have to move forward to certain things. We have to leave certain things and we have to take certain things in our life. എന്താണ് നാം എടുക്കേണ്ടത്? അല്ലെങ്കിൽ പരിജ്ഞാനപൂർത്തി പ്രാപിപ്പാൻ നാം എന്താണ് എടുക്കേണ്ടത്? ആത്മീയ വളർച്ചയ്ക്ക് ദൈവം നൽകിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും. ആത്മീയ വളർച്ചയ്ക്ക് ദൈവം നൽകിയിട്ടുള്ള എല്ലാ സംഗതികളും. എന്താണ് ആത്മീയ വളർച്ചയ്ക്ക് ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത്? ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവവചനമാണ്. യാക്കോബിന്റെ ലേഖനത്തിന്റെ 1-ാം അധ്യായവും അതുപോലെ 1 പത്രോസ് 2-ാം അധ്യായമൊക്കെ നാം പരാമർശിക്കുകയുണ്ടായി. അവിടെയൊക്കെ ആ കാര്യം നാം കാണുന്നുണ്ട്. വിടണമെന്ന് പറഞ്ഞതിന് ശേഷം വചനത്തെക്കുറിച്ചാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. വചനമില്ലാതെ ആത്മീയ വളർച്ച അസാധ്യമാണ്. വചനത്തിന് വേണ്ട സ്ഥാനം ജീവിതത്തിൽ നൽകാതെ ആത്മീയ പുരോഗതി അസാധ്യമാണ്. എനിക്ക് വേദവസ്തു വായിക്കുകയൊന്നും വേണ്ട, അത് പഠിക്കുകയും ധ്യാനിക്കുകയൊന്നും വേണ്ട, പക്ഷെ ആത്മീയമായിട്ട് പ്രയോജനപ്പെടണം, വളരണം എന്നൊക്കെ വിചാരിച്ചാൽ ഒരിക്കലും നടക്കുന്നതല്ല. വചനമാണ് ദൈവം നമ്മുടെ വളർച്ചയ്ക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അതാണ് നമ്മുടെ ആഹാരം. നാം 1 തിമോഥെയോസ് 4-ാം അധ്യായത്തിൽ വായിക്കുന്നത് പോലെ അതാണ് നമുക്ക് പോഷണം നൽകുന്നത്. വചനത്താൽ പോഷണം ലഭിച്ചവരായിരിക്കണം. പ്രിയമുള്ളവരെ, ഈ വാക്കുകൾ നാം കേൾക്കുമ്പോൾ വചനത്തിന് എന്ത് സ്ഥാനം നമ്മുടെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട് എന്ന് നാം നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലത്. എത്രമാത്രം ഇത് വായിക്കുന്നുണ്ട്, എത്രമാത്രം ഇത് ധ്യാനിക്കുന്നുണ്ട്, ഇതിലെ വസ്തുതകൾ പഠിക്കുവാനുള്ള ശ്രമം എത്രമാത്രമുണ്ട്. കർത്താവിനെ കുറിച്ചുള്ള അറിവിൽ, കർത്താവാണല്ലോ ഈ വചനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റ് എന്ന് പറയുന്നത്, ഉള്ളടക്കം എന്ന് പറയുന്നത്. ആ കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനത്തിൽ എത്രമാത്രം നാം വളരുന്നുണ്ട്. നാം ഒരു കാര്യം ഓർക്കേണ്ടത്, കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം വചനത്തിൽ നിന്നും നാം മനസ്സിലാക്കി മുൻപോട്ട് പോകുമ്പോൾ കർത്താവിനെ അധികം സ്നേഹിക്കുവാൻ അത് വരുത്തുന്നു. കർത്താവിനെ അധികം നാം സ്നേഹിക്കുമ്പോൾ കർത്താവിനെ നാം നമ്മുടെ ജീവിതത്തിൽ കോപ്പി ചെയ്യുവാൻ, എമുലേറ്റ് ചെയ്യുവാനായിട്ട്, അവനെ അനുകരിക്കുവാനായിട്ട് അത് നമ്മെ പ്രേരിപ്പിക്കുന്നു. നാം സ്നേഹിക്കുന്നവരെ നാം അനുകരിക്കുമല്ലോ. അങ്ങനെയുള്ള അനുകരണം നമ്മുടെ ജീവിതത്തിൽ, അവനെ നാം അനുകരിക്കുമ്പോൾ അവന്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ പ്രത്യക്ഷമാകും. ആ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ പ്രത്യക്ഷമാകുന്നതാണ് ആത്മീയ വളർച്ച. കൂടുതൽ ജ്ഞാനം ഉണ്ടാക്കുന്നതല്ല, പ്രവർത്തനങ്ങളിൽ കൂടുതൽ വ്യാപൃതരാകുന്നതല്ല, കൂടുതൽ പ്രസംഗിക്കുന്നതല്ല, കൂടുതൽ പഠിക്കുന്നതല്ല. ഇതൊക്കെ ആവശ്യമാണ്, ഇതൊക്കെ നല്ലതാണ്. എന്നാൽ ആത്മീയ വളർച്ച എന്ന് പറയുന്നത് ക്രിസ്തു എന്ന തലയോളം വളരുന്നതാണ്, ക്രിസ്തുവിനോടുള്ള അനുരൂപ്യമാണ്. അപ്പോൾ ദൈവവചനം നമുക്ക് നൽകിയിരിക്കുന്നത് അതിനായിട്ടാണ്. അതിലെ പ്രധാന ഉള്ളടക്കം ക്രിസ്തുവാണ്. അപ്പോൾ വചനം നാം ഭുജിക്കുമ്പോൾ ക്രിസ്തുവിനെ നാം കൂടുതലായി മനസ്സിലാക്കുകയാണ്. അവനെ നാം കൂടുതൽ മനസ്സിലാക്കുമ്പോൾ നാം അവനെപ്പോലെ ആയിത്തീരുകയാണ്. ഇതുണ്ടാകും വചനത്തിന് വേണ്ട സ്ഥാനം ജീവിതത്തിൽ നൽകുമെങ്കിൽ. വചനം മാത്രമല്ല, നമുക്കൊരു കൂട്ടായ്മയും കർത്താവ് തന്നിട്ടുണ്ട്. സ്ഥലം സഭയിലെ കൂട്ടായ്മയ്ക്ക് നാം പ്രാധാന്യം നൽകണം. കൂടിവരവുകൾക്ക് പ്രാധാന്യം നൽകാതെ കൂട്ടായ്മയുടെ ആസ്വാദ്യത നമുക്കൊരിക്കലും ഉണ്ടാവുകയില്ല. അതുമാത്രമല്ല, ജീവിതത്തിൽ വരുന്ന പല പരീക്ഷകൾ, പല പരിശോധനകൾ, ഇവയും നമ്മുടെ റിഫൈൻമെന്റ് അല്ലെങ്കിൽ നാം കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന്, വിശുദ്ധരാകേണ്ടതിന് അവൻ നൽകുന്ന കാര്യങ്ങളാണ്. മാത്രമല്ല, ക്രിസ്തുവിനോടുള്ള അനുരൂപ്യം ഉളവാകുവാനുള്ള മുഖാന്തരങ്ങളാണവ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, കർത്താവ് നമുക്ക് നൽകുന്ന വളർച്ചയ്ക്കായി നൽകുന്ന സംഗതികളാണ്
ഈ സംഗതികളൊക്കെ നാം ഉപയോഗിക്കണം ജീവിതത്തിൽ. ഇവയില്ലാതെ വളർച്ച അസാധ്യമാണ്. എന്നാൽ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, 3-ാം വാക്യത്തിൽ എന്താണ് ലേഖനകാരൻ പറയുന്നത്? എബ്രായ ലേഖനം 6-ാം അധ്യായം 3-ാം വാക്യം. അവിടെ നാം കാണുന്നത് ദൈവം അനുവദിക്കുന്ന പക്ഷം നാം അത് ചെയ്യും എന്ന് വെച്ചാൽ പറഞ്ഞതിന്റെ അർത്ഥം ഇതാ: ഈ മുകളിലുള്ള കാര്യങ്ങൾ വിട്ടു, തന്നെയുമല്ല ചിലതെടുത്തു, ഇതൊക്കെ ഉണ്ടായാലും എന്തുണ്ടാവണം? ദൈവം അനുവദിക്കണം, ദൈവം ഇടപെടണം, ദൈവം വളർച്ച നൽകണം. എന്ന് വെച്ചാൽ വളരണമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ കൂടാതെ നാം ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ അസാധ്യമാ. വളർച്ച അവൻ നൽകണം. നമുക്ക് വളർച്ച കെട്ടിവെക്കുവാനായിട്ട് സാധ്യമല്ല. അവൻ വളർച്ച നൽകണം. പൗലോസ് പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ, ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു. വളർച്ചയ്ക്ക് നടാനും നനയ്ക്കാനും ഒക്കെ ആവശ്യമുണ്ട്, സംശയമില്ല. എന്നാൽ നടുന്നതും നനയ്ക്കുന്നതും കൊണ്ട് മാത്രം വളർച്ച ഉണ്ടാവുകയില്ല. ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, പിന്നെ ദൈവം അത്രേ വളരുമാറാക്കുന്നത്. അവനാണ് വളർച്ച നൽകുന്നത്. ഈ 6:3 ആ കാര്യമാണ് നമ്മെ ഓർപ്പിക്കുന്നത്. വിടണം, ചില കാര്യങ്ങൾ എടുക്കണം, അല്ലെങ്കിൽ ലീവ് ആൻഡ് ലെറ്റ് us go on. അത് മാത്രം പോരാ, അവനിലുള്ള പൂർണ്ണ ആശ്രയവും നമുക്കുണ്ടാകേണ്ടത് ഏറെ ആവശ്യമാണ്. ദൈവം വളർച്ച നൽകണം. അവ വിടുമ്പോഴും എടുക്കുമ്പോഴും ഒക്കെ അവനിലുള്ള ആശ്രയം നമ്മിൽ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യമാണ് ഞാൻ ഓർപ്പിച്ചത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇതുണ്ടാവട്ടെ. ഞാൻ വീണ്ടും ഓർപ്പിക്കുകയാണ്, വളർച്ചയാണ് നമുക്ക് ജീവൻ ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവ്. വളർച്ചയില്ലയോ? ഭയപ്പെടണം. എന്താണ് വളർച്ച? ക്രിസ്തു എന്ന തലയോളം ഉള്ള അഭിവൃദ്ധിയാണ്, പുരോഗതിയാണ്. അപ്പോൾ അതുണ്ടാകേണ്ടത് ഏറെ ആവശ്യമാണ്. അതെങ്ങനെയുണ്ട്, ഉണ്ടോ ഇല്ലയോ എങ്ങനെ അറിയാം? കർത്താവിനെ പോലെയുള്ള അനുരൂപത്തിൽ നാം മെച്ചപ്പെടുന്നുണ്ടോ എന്ന് എങ്ങനെ അറിയാം? നമ്മുടെ ജീവിതം തന്നെ നോക്കിയാൽ മതി. വ്യക്തി ജീവിതം ഒന്ന് പരിശോധിച്ചാൽ മതി. നമ്മൾ വീട്ടിൽ എങ്ങനെ ഉണ്ടെന്നൊന്ന് പരിശോധിച്ചാൽ മതി. സഭയിൽ നാം എങ്ങനെയാണെന്ന് പരിശോധിച്ചാൽ മതി. കോളേജിൽ, ജോലി ചെയ്യുന്നിടത്ത്, സ്കൂളിൽ, സമൂഹത്തിൽ ക്രിസ്തുവിന്റെ സ്വഭാവം എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ടെന്ന് നോക്കിയാൽ മതി. ഇതിൽ മുതിർന്നു വരണം. വിശ്വാസികൾക്ക് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രിയമുള്ളവരെ, നാം നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുവാനും ആവശ്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ ജീവിതത്തിൽ വരുത്തുവാനും ഇടവരുമാറാകട്ടെ. നാം ഇന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നത് പിന്മാറിപ്പോകുന്നവർക്കുള്ള ഭയനിർദ്ദേശമാണ്. പിന്മാറിപ്പോകുന്നവർക്കുള്ള ഭയനിർദ്ദേശം. പിന്മാറിപ്പോവുക എന്നുള്ള ആ വാക്ക് നാം വായിച്ച വേദഭാഗത്ത് 6:5 നാം കാണുകയുണ്ടായി. ഞാൻ ഓർപ്പിക്കുകയുണ്ടായി, ആ വിശ്വാസത്യാഗത്തിന് ഉപയോഗിക്കുന്ന ആ വാക്കിന് സമാനമായ വാക്കാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഭാഗത്ത് നിന്ന് ഞാൻ വിശദീകരിച്ചപ്പോൾ ഞാൻ ഓർപ്പിച്ചത് ഇതാണ്. ഒന്ന്, ഇതിന് കാരണം എബ്രായരിൽ പലർ വളരാതെ ഇരിക്കുന്നു. ആത്മീയ സത്യങ്ങൾ ഗ്രഹിക്കുവാൻ കഴിയാത്ത അവസ്ഥ താൻ കണ്ടു. താൻ ഭയപ്പെടുകയെ, ഇവർക്ക് ജീവനില്ലാത്തവരാണോ? അതിൻ്റെ ഇടയിൽ നിന്ന് അനേകരും പിന്മാറിയും പോകുന്നു. അപ്പോൾ അത് കണ്ടാണ് താൻ ഈ ഭയനിർദ്ദേശം ഇവിടെ നൽകുന്നത്. അവരെക്കുറിച്ച് പറയുന്ന ആ വിവരണങ്ങൾ നാം കണ്ടു. ഞാൻ ഓർപ്പിച്ചു, അതൊക്കെ വിശ്വാസികൾക്കുള്ള വിവരണങ്ങൾ പോലെ തോന്നുമെങ്കിലും വിശ്വാസികൾ എന്നതെടുക്കുവാൻ ആവശ്യമില്ല. കാരണം കളയും ഒരളവ് വരെ കോതമ്പ് പോലെ തോന്നും. ആ വിവരണങ്ങളൊക്കെ നൽകിയിരിക്കുന്നത് ഈ ദൈവജനത്തിന്റെ കൂട്ടങ്ങളിൽ വന്ന് അവരനുഭവിച്ച നന്മകളെക്കുറിച്ച്. വളരെ അടുത്തവർ എത്തിയിരുന്നു, എന്നാൽ അകത്തായിരുന്നില്ല. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും എന്നുള്ള പ്രയോഗവും നാം കണ്ടു. അത് പരിശുദ്ധാത്മാവ് മുഖാന്തരം അവരുടെ മധ്യേ നടന്ന അനുഗ്രഹകരമായ കാര്യങ്ങളുടെ അനുഭവം അവർക്കുണ്ടായ കാര്യമാണ്. അവർ അകത്തെത്തിയിരുന്നില്ല. അവർ പിന്മാറിപ്പോയാൽ അവരെവിടെയാണ്? ക്രിസ്തുവിനെ അല്ലെങ്കിൽ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരായിത്തീരുന്നു. അല്ലെങ്കിൽ യഹൂദ പാളയത്തിൽ അവർ മടങ്ങിയെത്തി. മാത്രമല്ല അവരെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് വീണ്ടും മാനസാന്തരത്തിലേക്ക് വരുത്തുവാൻ കഴിയാത്ത ആ കൂട്ടമായി അവർ പരിണമിക്കുന്നു. അല്ലെങ്കിൽ കർത്താവ് കൈവിട്ട അവസ്ഥ. സത്യത്തോട് ഏറ്റവും അടുത്തിട്ടും വെളിച്ചം വളരെ ലഭിച്ചിട്ടും അത് അംഗീകരിക്കാത്തവരെ അവരുടെ വഴിക്ക് വിടുന്ന ആ രീതി നാം വചനത്തിൽ പലയിടങ്ങളിൽ കാണുന്ന കാര്യം ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. അവരുടെ അന്ത്യം അതായിത്തീരും.
ഏതാ നാം ഓർത്തത്? ഈ എഴുത്തുകാരെക്കുറിച്ച്, ഈ വായനക്കാരെക്കുറിച്ച് ലേഖനകാരൻ പ്രത്യേകിച്ച് പറയുന്നത് ഇതാണ്: നിങ്ങളെക്കുറിച്ച് അങ്ങനെയല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്താണ് നിങ്ങളെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നത്? 9-ാം വാക്യത്തിന്റെ അവസാന ഭാഗം, രക്ഷയ്ക്കുതകുന്നത്. രക്ഷയ്ക്കുതകുന്നത് എന്ന് വെച്ചാൽ രക്ഷയ്ക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യം, രക്ഷിക്കപ്പെട്ടവർക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണം. വീണ്ടും ജനിച്ചവർക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണം. എന്താണവ? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, പലത് പറയാൻ സാധിക്കും, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വളർച്ച, ആത്മീയ വളർച്ച. മറ്റു ചിന്തിക്കാവുന്നതെല്ലാം ആ വളർച്ചയിൽ വരുന്നതാണ്. അപ്പോൾ നാം വളരുമ്പോൾ, ക്രിസ്തുവിൻ്റെ ആ സ്വഭാവം കാട്ടുമ്പോൾ തെളിയിക്കുന്നത് എന്താണ്? നാം വീണ്ടും ജനിച്ചവരാണെന്ന്, നാം വിശ്വാസികളാണെന്ന് നമ്മുടെ ജീവിതം കൊണ്ട് അത് തെളിയിക്കാം. ദൈവം അതാണ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് രക്ഷയ്ക്കുതകുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ രക്ഷയ്ക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഈ ജീവിതത്തിൽ നമുക്ക് കാട്ടിക്കൊണ്ട് ജീവിക്കാം. നമ്മുടെ ഉള്ളിൽ കർത്താവ് നൽകിയിരിക്കുന്ന രക്ഷ അത് പ്രായോഗികമായി പുറത്ത് കാട്ടി നമുക്ക് വരുന്ന ആളുകൾ ജീവിക്കാം, കർത്താവിനെ മഹത്വപ്പെടുത്താം. ഇന്ന് വൈകിട്ട് നാം കേട്ട ഈ കാര്യങ്ങൾ, ചിന്തിച്ച ഈ വസ്തുതകൾ നമ്മെ ഓരോരുത്തരെയും അതിന് പ്രോത്സാഹിപ്പിക്കുന്നതായിരിക്കട്ടെ. കർത്താവിന് തലയോളം, ക്രിസ്തു എന്ന തലയോളം വരുന്ന ആളുകളിൽ വളർന്ന് അവൻ്റെ ജീവിതത്തെ നമ്മിലൂടെ മറ്റുള്ളവർക്ക് കാട്ടി കർത്താവിൻ്റെ മഹത്വത്തിനായി ജീവിക്കാം. അതിന് കർത്താവ് നമ്മെ എവരെയും സഹായിക്കുകയും ഒരുക്കുകയും ചെയ്യുമാറാകട്ടെ.